രണ്ടാമത്തെ പരാതിയിന്മേൽ FIR ഇടുന്നു. എന്നാൽ ആ പരാതിയിന്മേലുള്ള മൊഴിയെടുക്കൽ വൈകുകയാണോ? എന്താണ് ഈ പരാതി സംബന്ധിച്ച ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ? ഗുഡ് മോർണിംഗ് സുജിയ. ഇതുവരെയും പരാതിക്കാരി മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായും കാരണമായി പെൺകുട്ടി പറയുന്നത് തൻ്റെ ഐഡൻറ്റിറ്റി വെളിച്ചത്ത് വരുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും വലിയ തോതിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അതിൽ രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരൊക്കെ കാരണക്കാരായ വിവരവും നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് പുറത്തു വരുമോ എന്നൊരു പേടിയുണ്ട് എന്നുള്ളതാണ് KPCC പ്രസിഡന്റിന് കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത്. KPCC പ്രസിഡന്റിന് അയച്ച അതേ മെയിൽ ID-യിലേക്കാണ് തിരിച്ച് അയച്ചിരിക്കുന്നത്. അതായത് മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ സമയം അറിയിക്കണം, അനുകൂലമായ സമയമനുസരിച്ച് നമ്മൾ വരും, മാത്രമല്ല വിവരം ഒരിക്കലും പുറത്തു പോവുകയില്ല, അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്താം എന്നെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിയോട് പറഞ്ഞിട്ട് പോലും ഇതുവരെയും മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം സുജിയ. പക്ഷേ പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ കേസിനേക്കാളും ശക്തമായ കേസായി രണ്ടാമത്തെ കേസ് മാറും എന്നുള്ളതാണ്. കാരണം അതിൽ ക്രൂരമായ ബലാത്സംഗം നടന്നതിൻ്റെ വിവരങ്ങൾ എല്ലാം ആ കത്തിലുണ്ട്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായതിനെക്കുറിച്ചെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കായി മാറും, അഴിയാൻ പറ്റാത്തത്ര വലിയ കുരുക്ക് സുജിയ. ഓക്കെ, TV പ്രസാദ്, നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിശദമായ വിലയിരുത്തലിലേക്ക് എത്താം.